കള്ളനെ തേടി ഇന്നും പോലീസ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടിയോളം രൂപ മൂല്യം വരുന്ന പൗരാണിക ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട കേസിൽ കൊട്ടാരത്തിലെത്തി തെളിവുകൾ ശേഖരിച്ച സിറ്റി പോലീസ് കമ്മീഷണർ. 2 കോടി രൂപ പ്രാഥമിക കണക്കാണെന്നും മൂല്യം ഇതിലും അധികമാകുമെന്നും പോലീസ് പറയുന്നു. ശേഷിക്കുന്ന ആഭരണങ്ങൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആരോ ഒരാൾ കൊട്ടാരത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി 2 കോടി രൂപയുടെ മോഷണം നടത്തിയെന്ന് പറയുന്ന കൊട്ടാരത്തിന്റെ പ്രധാന കവാടമാണിത്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് സുരക്ഷാ ജീവനക്കാരെ വെട്ടിച്ച് അകത്തേക്ക് കയറുക എന്നുള്ളത് അസാധ്യമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങൾ. ഇക്കാലയളവിൽ ക്ഷണിതാക്കളായി കൊട്ടാരത്തിലേക്ക് എത്തിയവർ, ദൃശ്യങ്ങൾ പകർത്താനെത്തിയ യൂട്യൂബേഴ്സ്, അങ്ങനെ പുറത്തുനിന്ന് അകത്തേക്കെത്തിയ എല്ലാവരും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ പുറത്തുള്ളയാൾക്ക് ഇത്രയും വലിയ മോഷണം അകത്ത് കയറി നടത്താൻ സാധിക്കില്ല എന്നാണ് പോലീസും വിശ്വസിക്കുന്നത്. കൊട്ടാരത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളയാളാണ് 2ാം നിലയിലെ കിടപ്പുമുറിയിലെ ഇരുമ്പ് അലമാരയിലെ ലോക്കറിൽ നിന്ന് ആഭരണം മോഷ്ടിച്ചതെന്ന് വ്യക്തം. സുരക്ഷാ ജീവനക്കാരും CCTVയുമുള്ള കൊട്ടാരത്തിൽ പുറത്തു നിന്നുള്ളവർക്ക് മോഷണം എളുപ്പമല്ലെന്ന് പോലീസും കരുതുന്നു. ആഭരണങ്ങൾ പലപ്പോഴായി കടത്തിയതാണെന്നും സംശയമുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ കൊട്ടാരത്തിലെത്തി അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി അടക്കമുള്ള രാജകുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. തൊട്ടു പിന്നാലെയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും എത്തിയത്. ഗൗരി ലക്ഷ്മിബായിയുടെ അലമാരിയിൽ നിന്നാണ് വജ്രാഭരണങ്ങളും പുരാതന സ്വർണ്ണശേഖരവും അടക്കം നഷ്ടമായത്. ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിദേശികളടക്കമുള്ള സന്ദർശകരെയും ചോദ്യം ചെയ്യും. പതിവായി എത്തുന്ന ചിലരും യൂട്യൂബേഴ്സും നിരീക്ഷണത്തിലാണ്. 40-ലധികം ജീവനക്കാരും 4 കുടുംബങ്ങളുമാണ് കൊട്ടാരത്തിലുള്ളത്. അന്വേഷിക്കുന്നുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഡൗട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. 2025 നവംബറിൽ ബംഗളൂരിൽ പോകുന്നതിന് മുമ്പായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായത് അറിഞ്ഞതെന്ന് ഗൗരി ലക്ഷ്മിബായി പോലീസിനോട് പറഞ്ഞു. മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സമ്മാനിച്ചവയും നഷ്ടമായ ആഭരണങ്ങളിലുണ്ട്. കൊട്ടാരത്തിൽ വിശദ പരിശോധന നടത്തിയിട്ടും ലഭിക്കാതെ വന്നതോടെയാണ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്നും കുടുംബം വ്യക്തമാക്കി. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.